ഹായ് ഡിയേഴ്സ്, ട്രിപ്പിൾ ത്രീ ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് നിങ്ങളോട് എന്നുള്ളതാണ്. 3 പൈല വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 3-ൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്ത ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ്. ആ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ്? ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടത്തി തരാനായിട്ട് ആ വ്യക്തിയും ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് കമ്മിറ്റ്മെൻറ്റ്, റീയൂണിയൻ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു റീയൂണിയനിലേക്ക് വരുന്നതാണ്, കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നടത്തി തരാനായിട്ട് ആ വ്യക്തിയും സന്നദ്ധനാണ് ഓർ സന്നദ്ധയാണ്. അതാണ് ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് എന്ന് പറയുന്നത്. അതിലുപരിയായിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടക്കും എന്നൊരു മെസ്സേജ് കൂടി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്ന് പറയുന്ന ലോയലായിട്ട് തന്നെയാണ് പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ ആ പേഴ്സണെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടക്കട്ടെ എന്ന് ആ വ്യക്തി ചിന്തിക്കാനുള്ള കാരണം. ഇവിടെ നിങ്ങൾ സന്തോഷിച്ച് കാണണമെന്നാണ് ആ പേഴ്സണും ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാർക്ക് സോളിറ്റ്യൂഡ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ നല്ലതായിട്ട് ചിന്തിക്കുന്നുണ്ട്, വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്, റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, മുൻപോട്ട് എങ്ങനെ പോകണം, എന്ത് കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, ആരെയാണ് മീറ്റ് ചെയ്യേണ്ടത്, അതുപോലത്തെ എല്ലാ കാര്യങ്ങളും ഇതിനോടകം തന്നെ ആ വ്യക്തി പഠിച്ചിട്ടുണ്ടായിരിക്കാം. അതായത് അവിടെ മുന്നോട്ട് പോകുമോ ഇല്ലയോ, നിങ്ങളുടെ ഇൻറ്റൻഷൻ അറിയാത്തൊരവസ്ഥ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാണ് പേഴ്സൺ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും പരസ്പര ധാരണയില്ലാത്തതിൻ്റെ പേരിൽ തെല്ലൊന്ന് അകന്നിട്ടുണ്ടായിരിക്കാം. രണ്ടുപേർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയില്ല, മുന്നോട്ട് കൊണ്ടുപോയാൽ ഇത് ശരിയാകുമോ എന്നറിയില്ല. ഈ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഇൻറ്റൻഷൻ തന്നെയാണ്. മൂന്നാമത്തെ ആ ഒരു കാർഡിൽ ആ വ്യക്തി ഹൃദയം തകർന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. അവിടെ പരസ്പരം തെറ്റിദ്ധാരണകളുണ്ട്, മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. അതിൻ്റെ പേരിൽ ആ വ്യക്തി ഇപ്പോൾ ഹൃദയം തകർന്നൊരവസ്ഥയാണുള്ളത്. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. എന്തിൻ്റെ പേരിലാണെങ്കിലും ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നോർത്തിട്ടുള്ളൊരു സങ്കടമാണുള്ളത്. അപ്പോൾ നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവളുടെ സ്നേഹമുണ്ട്. അല്ലാത്ത പക്ഷം അവർക്ക് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അവർ വളരെയധികം സന്തോഷത്തിലായിരിക്കും. ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിലാണ് പേഴ്സൺ ഇപ്പോൾ